ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഗെറ്റ് ബാക്ക് ടു വിത്ത് മീ ആണ്. അപ്പം ഇന്നൊരു നല്ല സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ സാധനങ്ങൾ എൻ്റെ നാട്ടിൽ പോയിട്ട് വന്നപ്പം കുറേ വാങ്ങി. അതും കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു ട്രെയിനിൽ. അതുകൊണ്ട് നമ്മളിന്നൊരു ഗെറ്റ് ബാക്ക് ടു വിത്ത് മീ ആണ്. എല്ലാ സാധനങ്ങളും കാണിക്കും. അതാണപ്പം നമുക്ക് വീഡിയോയിലോട്ട് അപ്പം അതേ നമ്മൾ വീഡിയോയിലോട്ട് വന്നു. അപ്പം നമുക്ക് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം. ഞാൻ പിന്നെ കുറേ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ക്രാഫ്റ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം എനിക്ക് മേടിച്ച സാധനമാണ് ഇത്രയും വലുത്. ഇത് കണ്ടിട്ട് എനിക്ക് കളർ ഉണ്ടാക്കി വെച്ചാണിത്. ഇത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയിരുന്നു. ഇതാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് വാങ്ങിയത്. സ്കൂളിൽ പോകാൻ വേണ്ടി ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനം ഞാൻ മിഠായി കളക്ഷനായിട്ട് വെച്ചിരിക്കുകയാണ്. അന്ന് ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. ഇച്ചിരി ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കാണിച്ചാൽ ആദ്യം തന്നെ ഒരു സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയത് ഐ ലവ് യു 16 ഒരു ലവും പിന്നെ ഇങ്ങനെ കൈ മുറിച്ചു. പിന്നെ ഒരു കൊക്കക്കോളേൻ്റെ മിഠായി. പിന്നെ ഒരു ഇങ്ങനെ കളിക്കുന്ന സാധനമാണ്. എനിക്കിത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നി. എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ച് എനിക്ക് തന്നു. എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളതാണ്. ഈ സാധനം. പിന്നെ ഇത് ഒരു കേക്കിൻ്റെ പോലത്തെ ഒരു മിഠായിയാണ്. ജോണി കറോക്കർ ഉണ്ട്. പിന്നെ ഇത് ഒരു കിക്കാറ്റും. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇറ്റ്സ് മീൻ എഴുതിയിട്ട് ലവ് ഇട്ട്. പിന്നെ വേറെ ഒന്നുണ്ട്, ഹാപ്പി ആനിവേഴ്സറി ഡിയേഴ്സ്. ഇതെൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഏതാ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബ്രദർ ലവ് ഇട്ട് പിന്നെ കൈൻ്റെ ഷേപ്പ്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഉള്ളത് ഞാൻ സാധനം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അപ്പം അതെ ഇതാണ് ഒരു പൗച്ചാണിത്. ഇത് സ്കൂളിൽ കൊണ്ടുപോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ക്യൂട്ട് ഷാർപ്നറാണിത്. വാങ്ങിയതാണ്, കുറച്ച് ദിവസമായിട്ടുള്ളൂ. പിന്നെ ഏതോ കിൻഡർ ജോയിൻ്റെ കൂടെ കിട്ടിയ സാധനമാണിത്. കയ്യിലിടുന്ന എന്തോ ഒരു സാധനം. പിന്നെ ഇത് ലാസ്റ്റല്ല, കുറച്ചും കൂടി ഉണ്ട്. ഇനി ഒരു പഴത്തിൻ്റെ റേസർ. പിന്നെ വേറൊരു ക്യൂട്ട് റേസർ. പിന്നൊരു പൈനാപ്പിളിൻ്റെ. പിന്നെ ലാസ്റ്റ് ഒരു മരമുണ്ട്, റേസറിൻ്റെ ലാസ്റ്റ് ഒരു മരം. ഈ ഒരു മരമുണ്ട്. പിന്നെ വേറെ ഏതൊരു ഈ ഒരു ടോയ് എത്തിയേ, ഞാൻ എപ്പോഴും അത് ശരിയാക്കിയിട്ടില്ല. അതാണ് അതിൻ്റെ വിധി. കുറേ ദിവസമായി വാങ്ങിച്ചിട്ട്.
അത് കുറേ ദിവസമായി. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ വേറെ ഉള്ളത് ഈ ഒരു കളറുണ്ട്, ഇങ്ങനത്തെ ഒരു കളറ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇതും അതും ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു കളറും. പിന്നെ ലാസ്റ്റ് എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്നൊരു ബോക്സ്. ഇതിൻ്റെ അകത്ത് ഒരു സ്കെയിലുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് ടൈം ടേബിൾ എഴുതാനുള്ളൊരു ഈ സാധനം, ഈ ഒരു കാർഡും. പിന്നുള്ളത് നമ്മുടെ ഒരു കട്ടറ്, ഇതുപോലത്തെ ഒരു കട്ടർ. ഈ ബോക്സിൻ്റെ അകത്ത് കൊള്ളാത്തോണ്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഫ്രീക്കോണ്ട്. പിന്നെ വേറൊരു റേസറുണ്ട്. ഇതെൻ്റെ ചേട്ടൻ വാങ്ങിച്ചപ്പോൾ ഞാനും വാങ്ങിക്കാൻ വിചാരിച്ച്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എൻ്റെ ഏട്ടൻ ബ്ലൂ വാങ്ങിച്ചേ, ഞാനും പർപ്പിൾ, എൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ ഈ സാധനം ചിലവർക്കറിയാം, ചിലവർക്കറിയില്ല. ഇതിൻ്റെ പേര് ഇതാണ്. ഈ സാധനം ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പം നമ്മുടെ ഇതുണ്ട്. പിന്നെ ഒരു പെൻസിലുണ്ട്. പിന്നെ ഒരു പേനയുണ്ട്, ടീച്ചേഴ്സിന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പിന്നൊരു പെൻസിലുണ്ട്. ഇത്ര ഉള്ളു ഈ ബോക്സിൽ ഞാൻ കൊണ്ടുവന്നത്. ഈ ഒരു പെൻസിലുണ്ട്. ഇതെൻ്റെ മാമ വന്നപ്പോൾ ഗിഫ്റ്റ് തന്നെയാണ്. എനിക്ക് വന്നപ്പം കുറേ ദിവസമായി വന്നിട്ടുണ്ട്, എനിക്ക് തന്നെയാണ്. പിന്നുള്ളത് എനിക്കിഷ്ടമുള്ള സാധനമാണ്. ഈ ഒരു സാധനം, ഇതിങ്ങനെ പെൻസിൽ കാണിച്ചു തരാം ഞാൻ. എവിടെ പോയി? ഈ ഒരു പെൻസിലാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ എഴുതും. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം ഇത് ഈ രണ്ടെണ്ണം ഇതിൻ്റെ അകത്ത് ഈ ലവ് ചിഹ്നത്തിൻ്റെ അകത്താണ് ഇട്ട് വെക്കുക. ഞാൻ എന്തോ പറഞ്ഞില്ല, കിൻഡർ ജോയിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയത് അതാണിത്. ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ അകത്ത് മൊത്തം കളറാണ്, കൂട്ടം കളറാണ്. ഇതെല്ലാം കൂടി ഇതിൻ്റെ കളക്ഷനാണ്. ഞാൻ ലാസ്റ്റ് എൻ്റെ ഡ്രോ കാണിച്ചു തരാം, എൻ്റെ എന്തൊക്കെ ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല അങ്ങനെ. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ട് വരാം. അപ്പം 1 2 പിന്നെ 3 4 റേസർ എനിക്കും എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പിന്നെ ഈ മൊത്തം പെന്നും എൻ്റെ ചേട്ടൻ്റെ ആവശ്യത്തിന് അമ്മ എടുക്കാൻ വെച്ചാണ് എപ്പോഴെങ്കിലൊക്കെ. പിന്നെ ഒരു പെൻസിലുണ്ട്. പിന്നെ വേറെ ഇതിൻ്റെ പോലത്തെ ഒരു പർപ്പിൾ ഉണ്ട്, കാണിച്ചു തരാം. പർപ്പിൾ കളറാണത്. പിന്നെ വേറെ 2 കട്ടറും പിന്നെ ഇതും. പിന്നെ ഞാൻ ഓയിൽ പോലെ ഉണ്ടാക്കിയൊരു സ്പ്രേ പോലെ സാധനം, നല്ല മണയിന്.
ഇതെങ്ങനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് നെയിൽ പോളിഷിൻ്റെ ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, ഗിൽറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്, കണ്ടോ, നല്ല മണമാണ് ഇതിന്. അപ്പം ഇനി വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. വേറെ ഇനി ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നുണ്ട് വേറെ ഉണ്ട്. കാണിച്ചു തരാം. ഈ ഒരു വലിയൊരു പൊക്കിനോ കാട്, അതിനകത്ത് കാടുണ്ട്. അത് കൂട്ടി എണ്ണ വെച്ച് ഇട്ടാണ് ഞാൻ യൂട്യൂബിൽ കാണിക്കാൻ വിചാരിച്ചു. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ പഠിച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതും ഈ ഒരു പെൻസിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഈ ഒരു കൂട്ടം പെൻസിൽ 12 എണ്ണം ഉണ്ട്. ഇതിൽ നിന്ന് എത്ര എണ്ണം എത്രയോ മിസ്സിങ് ആണ്. പിന്നെ ഇതേ ഒരു ഫെവിക്കോൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ബൈ.